നമ്മൾ എവിടെയാണോ നമ്മുടെ താരം വന്നിരിക്കുന്നത് അവിടേക്ക് നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണേ. ഈ ഒരു താടി വന്നിരിക്കുന്ന താരം പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് പേര് നേരിടുന്ന, അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിലുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എൻ്റെ ഇരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ, നമ്മുടെ പേരയിലാണ്. എല്ലാവരുടെ നാട്ടിലുണ്ടാകുന്ന പേരയില. നമ്മളിപ്പോൾ നിൽക്കുന്ന മാവിൻ്റെ ചുവട്ടിലാണെങ്കിലും ഈ ഒരു പേരയില വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു താരനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പോകുന്നത്. പക്ഷേ നമുക്കിത് മാത്രം പോരാ, ഇതിനോട് മറ്റേ 2 ഐറ്റം കൂടെ വേണം. അതിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഒരു നാരങ്ങയാണ്. ഇപ്പോൾ നാരങ്ങയും പോരാ, പിന്നെ വേണ്ടുന്നത് കുറച്ച് തൈര് വേണം. നല്ല കട്ട തൈര്. ഈ ഒരു 3 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുടിയിൽ മാത്രമല്ല, നമ്മുടെ താടിയിൽ, പിരികത്തിൽ, നെറ്റിയിൽ, നമ്മൾ ഈ ഒരു എല്ലാ ഭാഗത്തും വരുന്ന കംപ്ലീറ്റ് ഈ ഒരു താരനെ നമുക്ക് ഇത് വെച്ച് മാറ്റാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ ഈ ഒരു തൈരും ഈ ഒരു പേരയിലയും അതുപോലെ നമ്മുടെ ഈ നാരങ്ങ നീരും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഇവനോടെ എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. പേരയില അപ്പോൾ ഞാനൊരു ജാറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 5ഓളം പേരയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അത്രമാത്രം പോരാ, നമുക്കിതിനകത്ത് വേണ്ടുന്നത് 2 ടീസ്പൂണോളം നമുക്ക് ഈ തൈരും വേണം. കട്ട തൈര് തന്നെ എടുക്കണം കേട്ടോ. അപ്പം ഇതും കൂടെ അതിനകത്തേക്ക് മാറ്റുന്നുണ്ട്. കട്ട തൈരും നമ്മുടെ ഈ ഒരു പേരയിലൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടുന്നത്. നാരങ്ങാനീരിൻ്റെ ഉപയോഗം നമുക്ക് ലാസ്റ്റാണ്. ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളിത് ഒരു തുള്ളി വെള്ളം പോലും പുറത്തും ചേർക്കാൻ പാടില്ല. നമ്മുടെ ഒരു തൈരിൻ്റെയും അതുപോലെ പേരയുടെ നീര് മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഓണാക്കാം. അതേപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. അപ്പം വെള്ളം ചേർക്കേണ്ടി വരും നിങ്ങൾക്ക് തോന്നും, എന്നാൽ വെള്ളം ചേർക്കരുത്. അതിന് വേണ്ടിയാണ് നാരങ്ങ എടുത്തിരിക്കുന്നത്. അപ്പം ഒരു മുറി നാരങ്ങ കേട്ടോ. അതിനകത്തുനിന്ന് നമ്മുടെ ഈ ഒരു മുറി നാരങ്ങയാണ് ഞാൻ എടുക്കുന്നത്. ജസ്റ്റ് അതിനകത്തുനിന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അത്രയും മതി. ഇനി നമുക്ക് വീണ്ടും അടച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ മിക്സ് ചെയ്തെടുത്ത ഐറ്റം എന്നിട്ട് നല്ല രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഒരു ഐറ്റം ഉള്ളത്. നല്ല കുഴഞ്ഞ് നല്ലൊരിപ്പോൾ നമുക്ക് ഇങ്ങനെ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞ് വൃത്തികേടാവണമെന്നൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ മതി. ഇതിനെ ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു മുടിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ താടിയിലേക്ക് ഞാൻ ജസ്റ്റ് പുരട്ടി കാണിക്കാം. ഞാനപ്പോൾ പറഞ്ഞതിനോട്ട് നമ്മുടെ ഒരു ഐറ്റം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കുന്നതുണ്ടോ, നമ്മുടെ ഐത്തനൻ്റെ ഈ ഒരു താടിയിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരണ്ടി കാണിക്കാം. നിങ്ങൾ പറക്കുന്നുണ്ടോ? ഇത് താരനാണ്, താടിയിൽ വന്നിരിക്കുന്ന താരനാണ്. ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഇവിടെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പം ഈ ഒരു താടി വന്നിരിക്കുന്ന താരം പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് നോക്കിക്കോ, നമ്മുടെ ഈ ഒരു നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ഒരു ഐറ്റം, അതായത് പേരയിലയും തൈരും നമ്മുടെ നാരങ്ങയോട് ചേർത്തുള്ള ആ ഒരു മിശ്രിതം നമ്മൾ എവിടെയാണോ നമ്മുടെ താരം വന്നിരിക്കുന്നത് അവിടേക്ക് നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണേ. ചുമ്മാ ജസ്റ്റ് തടവി വിട്ടാൽ പോരാ, നമ്മുടെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ഇതിവിടെ മാത്രമല്ല, നമ്മുടെ തലയിലാണെങ്കിലും മീശയിലാണെങ്കിലും അതല്ല നമ്മുടെ പിരികത്തിലൊക്കെ എവിടെ വേണമെങ്കിലും നമ്മുടെ ഏത് ഭാഗത്താണ് നമുക്ക് താരനുള്ളത് അവിടേക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു രീതിക്കാണ്, അതായത് നമ്മുടെ ആ ഒരു സ്കിന്നിലേക്ക് നല്ല രീതിയിൽ പറ്റുന്ന രീതിക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ചെയ്യേണ്ടത് നമ്മൾ 1-2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐറ്റം മാറത്തില്ല. നമ്മൾ കൃത്യമായിട്ട് 7 ദിവസം, നമ്മുടെ ഒരു ആഴ്ച മുഴുവനായിട്ട് ഈ ഒരു സാധനം ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ. അരമണിക്കൂറോളം നമ്മൾ വെക്കാൻ വേണം. അത് മാത്രമല്ല, നമുക്കിത് ഒരു വട്ടം ഉണ്ടായി കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജ് വെച്ചപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു 5 ഇലയും അതോടൊപ്പം ഒരു 2 ടീസ്പൂണോളം തൈരും പിന്നെ ഒരു അരമുറി നാരങ്ങ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അത് വെച്ച് നമുക്കൊരു 2 നേരം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ തേക്കാനുള്ള ഐറ്റം നമ്മുടെ ഒരു ഇതിനകത്തുണ്ട്, കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് വെക്കാനുള്ള ഒരു ഐറ്റവും നമുക്ക് പറ്റും. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, പുറത്തെങ്ങും വെക്കരുത്. കാരണം ഈ ഒരു തൈരുള്ളതുകൊണ്ട് തന്നെ കേടായിപ്പോൻ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, നമുക്ക് ഇതുപോലെ ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് ഇരിക്കണം. നല്ല പച്ച നിറത്തിൽ നമ്മുടെ ഒരു ഒരു ഷെയ്ഡ് കണ്ടോ. നമുക്ക് കാണുമ്പോൾ ചിലപ്പം തിന്നാനോ കുടിക്കാനൊക്കെ തോന്നുമെങ്കിലും കുടിക്കുക അകത്തൊന്നും ഉപയോഗിച്ചേക്കരുത്. ചിലപ്പം പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല പോലും അകത്തൊന്നും കഴിക്കരുത്. നമുക്ക് പുറത്ത് മാത്രമേ പരട്ടാവൂ. അതായത് നമുക്ക് തലയിലാണെങ്കിലും നമ്മുടെ ഈ ഒരു താടിയിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് പരട്ടാൻ പറ്റും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു കാര്യമാണ്. 7 ദിവസം പരട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.